നമസ്കാരം. ആശ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ചെറുതും വലുതുമായ യാത്രകളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണിത്. ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്തേക്കാണ്. ആറ്റുകാൽ പൊങ്കാല വിശ്വപ്രസിദ്ധമാണ്. 2-3 പ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിലെ വിശേഷങ്ങളും അവിടെ നിന്നുള്ള മടക്കയാത്രയിൽ ഉണ്ടായ രസകരമായ സംഭവങ്ങളും ഈ വീഡിയോയിൽ കാണാം. ആറ്റുകാൽ പൊങ്കാല വിശ്വപ്രസിദ്ധമാണ്. ഗിന്നസ് ബുക്കിലൊക്കെ ഇടം നേടിയിട്ടുള്ളതാണ്. അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. 2-3 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി പൊങ്കാല ഇട്ടു. ഒരു പ്രാവശ്യം ക്ഷേത്ര ദർശനത്തിന് മാത്രമായും പോയി. കാരണം രാവിലെ പോയി വൈകുന്നേരം വരുന്നതിനാൽ രണ്ടും കൂടി പറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ക്ഷേത്ര ദർശനം മാത്രം നടത്തി തിരികെ പോന്നു. അല്ലാത്ത അവസരങ്ങളിൽ രാവിലത്തെ ട്രെയിനിന് ഇഷ്ടികയും വിറകും അടക്കം എല്ലാ സാധനങ്ങളുമായി രാവിലെ ട്രെയിനിൽ കയറിയാൽ അടുപ്പ് വെട്ടിന് തൊട്ടു മുൻപ് തിരുവനന്തപുരത്ത് എത്താം. ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന് മുറ്റത്ത് തന്നെയാണ് അടുപ്പ് കൂട്ടുക. അവിടെ സ്ഥലം കിട്ടിയാൽ മഹാഭാഗ്യം. അടുപ്പ് കൂട്ടി വരുമ്പോഴത്തേക്കും തീ കത്തിക്കാനുള്ള സമയമാവും. പൊങ്കാല ഇട്ട് ഉടനെ തന്നെ അടുത്തുള്ള ട്രെയിനിന് തിരികെ കയറി വരികയാണ് ചെയ്യുക. രാത്രിയാകുമ്പോൾ തിരികെ വീട്ടിലെത്തും. പൊങ്കാല ഇടുക എന്നത്, അത് കാണുക എന്നതും ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അനുഭവിച്ചെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. ആധുനിക അടുക്കളയിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും, ഗ്യാസ് അടുപ്പ്, പൈപ്പ് വെള്ളം, ഫ്രിഡ്ജ്, മിക്സി, മൈക്രോവേവ് ഓവൻ എന്നല്ല എല്ലാവിധ സൗകര്യങ്ങളുമായി പാചകം ചെയ്യുന്ന വീട്ടമ്മമാർ അവിടെ നടു റോഡിൽ ഉരുകുന്ന വെയിലത്ത് 3 ഇഷ്ടിക കഷ്ണങ്ങൾ വെച്ചുണ്ടാക്കിയ അടുപ്പും അതിന് മുന്നിൽ ഇരിക്കാനുള്ള സ്ഥലം മാത്രം കൈവശപ്പെടുത്തി പായസം ഉണ്ടാക്കുന്നു. അതൊരു ടെക്നിക്ക് തന്നെയാണ്. ഈ ടെക്നിക്ക് ഗിന്നസ് ബുക്കിൽ ചെല്ലാതെ വേറെ എവിടെ ചെല്ലാനാണ്? ഇതിൻ്റെ കൂടെ അടുപ്പും ഇരിക്കാനുള്ള സ്ഥലവും മാത്രമല്ല, വെള്ളം, വിറക്, അരി, ശർക്കര, തേങ്ങ എന്നുള്ള എല്ലാവിധ പാചക വസ്തുക്കളും ഇതെല്ലാം ഈ സ്ഥലത്തിനുള്ളിൽ അടുക്കി വയ്ക്കണം. കാരണം ഇടത്തോട്ടോ വലത്തോട്ടോ പുറകോട്ടോ മുന്നോട്ടോ നീങ്ങാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ആ സ്ഥലങ്ങളിലെല്ലാം മറ്റുള്ള അടുപ്പുകളാണ്. അപ്പോൾ ഇത്രയും ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം വെച്ചിട്ടാണ്, അതും ചെറിയ സാധനമൊന്നുമല്ല ഉണ്ടാക്കുന്നത്, പായസമാണ് ഉണ്ടാക്കുന്നത്. ഒരു പായസം വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ തന്നെ എന്തുമാത്രം പ്രയാസമുണ്ട് അത് വീട്ടമ്മമാർക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള പായസമാണ് നമ്മൾ ഇങ്ങനെ റോഡിൽ പോയിരുന്ന് ഉരുകുന്ന വെയിലത്തിരുന്ന് ഉണ്ടാക്കുന്നത്. അത് വല്ലാത്ത ഒരു അനുഭവം തന്നെ. എന്നാൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമ്മൾ മറ്റൊന്നും ചിന്തിക്കാറില്ല. കാരണം എല്ലാവരുടെയും ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കുന്ന പായസ പാത്രത്തിലേക്കാണ്, പൊങ്കാല കലത്തിലേക്കാണ് ശ്രദ്ധ മുഴുവൻ. അപ്പോൾ നമ്മൾ ഉരുകുന്ന ചൂടിനെയോ തൊട്ടടുത്തിരിക്കുന്ന ആളിനെയോ മറ്റുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനെയോ ഒന്നും പറ്റി ചിന്തിക്കാറില്ല. എത്രയും പെട്ടെന്ന് പൊങ്കാല പായസം റെഡിയായി വരിക, അതിൽ മാത്രം ശ്രദ്ധിച്ചാണ് നമ്മൾ പായസം ഉണ്ടാക്കുക. പായസം ഉണ്ടാക്കിയതിന് ശേഷം മറ്റു പലഹാരങ്ങളും ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ട്. തെർലിയപ്പം, മണ്ടപ്പുറ്റ് മുതലായ പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് വരെ എല്ലാ വീട്ടമ്മമാരും കംപ്ലീറ്റായിട്ടും പൂർണ്ണമായും ശ്രദ്ധ അതിൽ മാത്രമാണ്. ഇതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കാനുള്ള സമയമാണ്. ഉച്ച കഴിഞ്ഞ് 1:30 മണിക്കാണ്
നിവേദ്യം, അതുവരെയും വിശ്രമമാണ്. ഈ വിശ്രമ സമയത്ത് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഉള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന പലവിധ സ്ഥാപനങ്ങളുണ്ട്. പലവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളമായിട്ടും മോരും വെള്ളവും കൂൾ ഡ്രിങ്ക്സ്, ഭക്ഷണ പൊതികൾ, ചോറും കറികളും, ഇങ്ങനെ പലവിധ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടെ പോയി, പക്ഷേ വലുതായ ക്യൂ സിസ്റ്റം കാണും. അവിടെ ക്യൂവിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക, എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുക. ഞാൻ പോകുമ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ള സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. കാരണം ക്യൂവിൽ പോയി നിൽക്കാനുള്ള സൗകര്യം ഇല്ല. അത് കാരണം ഞാൻ അത്യാവശ്യം എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൂടെ കരുതിയിരിക്കും. ഇത് കഴിഞ്ഞാൽ 1:30 മണിയാകുമ്പോൾ പോറ്റിമാർ വരും. നിവേദ്യത്തിൻ്റെ സമയമാണ്. അതാണ് കാണേണ്ട കാഴ്ച. ഈ സമയം ഓട്ട മത്സരത്തിന് നിൽക്കുന്ന പോലെയാണ് വീട്ടമ്മമാർ. സെറ്റും മുണ്ടെല്ലാം മടക്കി കുത്തി ബാക്കി വന്ന സാധനങ്ങൾ, അരിയും സാധനങ്ങളും എന്തെങ്കിലുമൊക്കെ മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ പാത്രങ്ങളും എല്ലാം ബിഗ് ഷോപ്പറിനകത്താക്കി ചുടുകട്ട അവിടെ ഉപേക്ഷിക്കും. വിറക് മിച്ചം കാണുകയില്ല. ഇങ്ങനെയുള്ള വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് ബിഗ് ഷോപ്പറിലാക്കി അരയും തലയും മുറുകി കെട്ടി അങ്ങനെ നിൽക്കും പോറ്റി വരുന്നത് കാത്ത്. പോറ്റി വരികയും തീർത്ഥജലം വീഴുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓട്ടമാണ്. പൊങ്കാലക്കലവും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിലാണല്ലോ നിൽക്കുന്നത്. ഇവിടെ നിന്നും നേരെ ട്രെയിനിനുള്ളിലേക്കാണ് പോക്ക്. നമ്മൾ പ്രത്യേകിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആൾക്കൂട്ടത്തിനകത്ത് നിന്ന് കിട്ടിയാൽ മതി. അവിടുന്ന് തള്ളി ട്രെയിനിനുള്ളിലേക്ക് കയറിക്കൊള്ളും. അങ്ങനെ പോന്ന വഴി ഞാനും ഉണ്ട് കൂട്ടത്തിലൊക്കെ. പോന്ന വഴിക്ക് റെയിൽവേയിലെ പെൺകുട്ടി, അനൗൺസ് ചെയ്യുന്ന പെൺകുട്ടി, അവളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, യുവർ അറ്റൻഷൻ പ്ലീസ്, യാത്രക്കാർ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ടിക്കറ്റ് ഇല്ലാത്ത യാത്ര കുറ്റകരമാണ്. അനൗൺസ്മെന്റ് കറക്റ്റായിട്ട് നടക്കുന്നു. ഇതാര് കേൾക്കുന്നു? നീ പോവച്ചേ, ഇത് ഞങ്ങളുടെ വണ്ടിയാണ് എന്നുള്ള മട്ടിലാണ് വീട്ടമ്മമാർ. എല്ലാവരും നേരെ ട്രെയിനിനുള്ളിലേക്ക് കയറി. കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഞാനും ടിക്കറ്റ് എടുത്തില്ല കേട്ടോ, ആരോടും പറയണ്ട. അങ്ങനെ ട്രെയിൻ നിറഞ്ഞു കവിഞ്ഞു. ട്രെയിനിനുള്ളിൽ എല്ലാവരും കയറി നിന്നു. ഈ സമയം പ്ലാറ്റ്ഫോമിൽ ഒരു ബഹളം. നോക്കിയപ്പോൾ ഒരു ആൾക്കൂട്ടം ഗുജറാത്തികളാണ്. ഗുജറാത്തികൾ പൊങ്കാല കാണാൻ വന്ന ടൂറിസ്റ്റുകളാണ്. അവരെ പൊങ്കാല ഇടുന്ന സ്ഥലത്തൊക്കെ കണ്ടായിരുന്നു. നേരത്തെ ഫോട്ടോയൊക്കെ എടുത്ത് പൊങ്കാലകൾ കണ്ടുകൊണ്ട് നടക്കുന്നത് കണ്ടായിരുന്നു. ഇവരാണ് അവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബഹളം വെക്കുന്നു. ഗുജറാത്തിയിൽ എന്തൊക്കെയോ ഉറക്കെ വിളിച്ച് പറയുന്നത് ആരെയോ ചീത്ത വിളിക്കുകയാണെന്നുള്ളത് മനസ്സിലായി. ഗുജറാത്തി ആയതുകൊണ്ട് ഭാഷയൊന്നും മനസ്സിലായില്ല. എങ്കിലും ആരെയോ ചീത്ത വിളിക്കുകയാണെന്നുള്ളത് മനസ്സിലായി. അവർക്ക് ട്രെയിനിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് അവർ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ട്രെയിനിൽ അവർ എങ്ങനെ കയറാനാണ്? അവർ ബുക്ക് ചെയ്തു വെച്ച AC കമ്പാർട്ട്മെൻറ്റിനകത്താണല്ലോ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് പൊങ്കാലക്കലങ്ങളുമായിട്ട്. വീണ്ടും കാണാം വേറൊരു വിശേഷവുമായി. നമസ്കാരം.